ഉദ്ദിത, ദൈവമേ, രക്ഷക, സമാധാനമേ, ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് കഴിഞ്ഞ ദിവസം അനുഭവജ്ഞാനവും നല്ല അറിവുമുള്ള എളിമയുള്ളൊരു അധ്യാപകൻ നല്ല ക്ലാസ് എടുത്തു. അത് മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വന്നു, അതായത് എന്നെ തന്നെ ആയിരിക്കും അല്ലേ? എന്നാൽ അതിൽ ഒരു അപൂർണതയുണ്ട്. എന്താണ് അപൂർണത? തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരനുള്ളത്. ഇപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ ഈശ്വരനുണ്ടെങ്കിലും നമ്മെ സ്നേഹിക്കുകയാണെങ്കിൽ അത് പൂർണ്ണതയല്ല, ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ അതൊരു പൂർണ്ണതയായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നാം നമ്മെ തന്നെ സ്നേഹിച്ചാൽ അത്തരത്തിലുള്ള സ്നേഹമാണ് സ്വേച്ഛാധിപത്യത്തിലേക്കും രാഷ്ട്രീയ ദുർഭരണത്തിലേക്കും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്കും സ്വന്തം ഇഷ്ടങ്ങളിലേക്കും കടന്നു പോകാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അത് കഴിയുകയില്ല. നമുക്കറിയാം, ജനാധിപത്യം എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ജനാധിപത്യത്തിൻ്റെ മൂലക്കല്ലുകൾ. എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഒരു രാഷ്ട്രീയ വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, ഒരു മതവിഭാഗത്തിന് വേണ്ടിയല്ല, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ പ്രതിനിധി. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ എന്ന് പറയുമ്പോൾ അത് ആ ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല, അവരുടെ പ്രസ്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടിയല്ല. പിന്നെയോ ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കണം. എന്നാൽ ഞങ്ങളോട് കൂടത്ത് നിന്നാൽ തല വെട്ടിയും കാര്യം എന്ന് പറയുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ പണം തന്നാൽ, ഞങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങളുടെ എല്ലാ കാര്യം ചെയ്തു പറഞ്ഞ് കൂടത്ത് നിർത്തുമ്പോൾ അത് എന്ത് ജനാധിപത്യമായി തീരുന്നത്? പിന്നെ ജനങ്ങളുടെ പ്രതിനിധി എന്ന് പറയുമ്പോൾ അത് ഒരു മതത്തിൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിനിധിയല്ല, പിന്നെയോ ജനങ്ങളുടെ പ്രതിനിധിയാണ്, ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ്. എന്നാൽ ഇന്ന് അത്തരത്തിലാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി എന്തു കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടും പണം എറിഞ്ഞു കൊടുത്തുകൊണ്ടും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെ മാറ്റിവെച്ച് ആ പണത്തെ മറ്റൊരു കൊടുത്തുകൊണ്ടും ചെയ്യുകയാണെങ്കിൽ അത് ജനാധിപത്യമാകുമോ? ഇല്ല. അവിടെ നമ്മൾ മതേതരത്വത്തിൻ്റെ ചൈതന്യം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ആയതിനാൽ വരുന്ന ഇലക്ഷനിൽ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ആരാണ് നമ്മൾക്ക് വേണ്ടി സത്യസന്ധമായി മതേതരത്തെ നിലനിർത്തുന്നത്, യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ ഉടമ്പടികൾ ആരാണ് അടിത്തറ എന്ന് മനസ്സിലാക്കി